രണ്ടാമത്തെ ഭാഗം ശുബ്ഹാത്തുകളാണ്. ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ളത്. ഇപ്പൊ പലിശ ഹറാമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും എന്തില്ല, സംശയമില്ല. മോഷണം ഹറാമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ചില ഇൻവെസ്റ്റ്മെന്റുകൾ, ചില ഷെയറുകൾ, ചില സമ്പാദ്യങ്ങൾ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുണ്ടാവുക. വിശ്വാസികളുടെ ശുബ്ഹാത്തിനോടുള്ള പൊസിഷൻ എന്താണ്? വിട്ടുനിൽക്കലാണ്. ഹറാമും ഹലാലും ക്ലിയർ ആവുന്നത് വരെ മാറി നിൽക്കലാണ്. സംശയമുള്ളതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പാടില്ല. സംശയമുള്ളതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സംശയമുള്ള കാര്യത്തിന്റെ വരുമാനം നമ്മൾ എന്ത് ചെയ്യരുത്, സ്വീകരിക്കരുത്. ശുബ്ഹാത്ത് ഒഴിവാക്കണം. ശുബ്ഹാത്ത് ചിലപ്പോൾ ഹലാലെന്നായിരിക്കും. ഹലാല് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, അതുപോലെ അതിൽ നിക്ഷേപിക്കുകയോ അതിൽ ചേരുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കച്ചവടം നടത്തുകയോ ചെയ്യുന്നത് അത് നമുക്ക് വ്യക്തമാവുന്നത് വരെ നമ്മൾ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഅതി അലൽ നാസി സമാനുൻ, ഈ ജനതയുടെ ഒരു കാലം വരും. ആ കാലത്തിന്റെ പ്രത്യേകത ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ആളുകൾ സമ്പാദിക്കും, പക്ഷെ ഹലാലും ഹറാമും അവരെന്ത് ചെയ്യില്ല, നോക്കൂല, അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. ഹറാം എന്താണ് ഹലാൽ എന്താണ് എന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ ആളുകൾ എന്ത് ചെയ്യും, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. അത് ആപത്തിന്റെ വിപത്തിന്റെ കാലമാണ്, ഫിത്നയുടെ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ. നാളെ ഒരടിമക്ക് തന്റെ സ്വന്തം കാലെടുത്തു വെക്കണമെങ്കിൽ 4 കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകിയിരിക്കണം. 4 ചോദ്യങ്ങൾക്ക്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഉംരിഹി ഫീമാ അഫ്നാഹു, തന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കും. വഅൻ ഇൽമിഹി ഫീമാ ഫഅല, തന്റെ ഇൽമനുസരിച്ച് എന്താണ് അവൻ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കും. രണ്ടാമത്തെ ഇൽമാണ്. മൂന്നാമത്തെ വഅൻ മാലിഹി, സമ്പാദ്യത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, സമ്പാദ്യത്തെക്കുറിച്ച് മാത്രം 2 ചോദ്യം അല്ലാഹു ചോദിക്കും. എവിടെന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. വഅൻ ജിസ്മിഹി, ശരീരത്തെക്കുറിച്ച് അല്ലാഹു ചോദിക്കും. ഫീമാ ബിലാഹു, എന്തിന്റെ കാര്യത്തിലാണ് തന്റെ ഹെൽത്ത്, തന്റെ കായിക ശേഷി വിനിയോഗിച്ചതെന്ന് അല്ലാഹു അവനോട് ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം യെസ് ഓർ നോ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്തെങ്കിലും ഉത്തരം പറയാതെ ഒരാൾക്ക് മഹ്ശറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവന്റെ കാൽപാദങ്ങൾ എടുത്തു വെക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.